ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഞാൻ ഓഡിബിൾ ആണെന്ന് വിശ്വസിക്കുന്നു. ഇന്നും ഈ പകൽക്കാലവും കർത്താവിൻ്റെ തിരുവചനവുമായി ഈ സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ക്രിസ്തേശ്വരുള്ള എൻ്റെ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഈ പ്രഭാതത്തിൽ കർത്താവിൻ്റെ തിരുവചനവുമായി നിങ്ങളുടെ സന്നിധിയിൽ വരുവാൻ എന്നെയും ദൈവം അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ പ്രഭാതം എല്ലാവർക്കും, നിങ്ങൾക്കും എനിക്കും ഒരേപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു പ്രഭാതമാകട്ടെ എന്ന് ഞാൻ കർത്താവിൽ ആശ്രയിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. തുടർമാനമായി നിങ്ങളെല്ലാവരും അനുഗ്രഹീതരായ ദൈവദാസന്മാരുടെ തിരുവചനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ വഴിയായി. ആയതിനാൽ കർത്താവ് എനിക്ക് നൽകിയ ഒരു ചെറിയ ഒരു തോട്ട് അത് നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും അതെപ്പോഴും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ തിരുവചന ചിന്തയ്ക്ക് ആധാരമായി മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ തിരുവചനം, 5-ാം അധ്യായം 4-ാമത്തെ തിരുവചനം. വാക്യം ഇങ്ങനെ പറഞ്ഞു തുടങ്ങുന്നു: ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ഞാൻ ഈ വചനം എൻ്റെ ജീവിതത്തെ ഒത്തിരി മാറ്റിമറിച്ച ഒരു വചനമാണ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആത്മീക ജീവിതത്തിൽ അനേകം പ്രതിസന്ധികളിൽ കൂടി പോയ സാഹചര്യങ്ങളാണ് നമ്മൾക്കെല്ലാവർക്കും ഉള്ളത്. മത്തായി സുവിശേഷത്തിലെ ഈ ഒരു വാക്യം വളരെ പ്രസക്തവും ആനുകാലിക പ്രസക്തമായ ചില ഭാഗങ്ങളാണ് മത്തായി സുവിശേഷത്തിലുള്ള ഈ ഒരു പ്രത്യേക വാക്യം. 5-ാം അധ്യായം എന്ന് പറയുന്നത് നാം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഗിരിപ്രഭാഷണം എന്ന ആ ഒരു യേശുവിൻ്റെ ഗിരിപ്രഭാഷണത്തിലെ ഒരേടിൽ നിന്നാണ് നാം ഈ ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്. വചനത്തിൻ്റെ ആഴം എവിടെയൊക്കെ വെളിപ്പെടുന്നു. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പ്രവചനത്തെ ഞാൻ 100% അംഗീകരിക്കുന്നു. ഞാൻ അംഗീകരിക്കുന്നതിനോടൊപ്പം തന്നെ വചനത്തിൽ നിന്നുള്ള ദൈവിക ദൂതിനെയും ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ ഏറെ ബഹുമാനിക്കുന്നത്, നമ്മൾ പ്രസംഗിക്കുമ്പോൾ ചിലത് ഞാൻ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് പേഴ്സണലി തോന്നിയൊരു കാര്യമുണ്ട്. നമ്മൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ദൈവാസന്മാർ പ്രസംഗിക്കുമ്പോൾ, നമ്മൾ ആരും അറിഞ്ഞില്ലെങ്കിലും എവിടെയൊക്കെയോ ഏതൊക്കെയോ വാക്യങ്ങൾ നമ്മളോട് പേഴ്സണലായി സംസാരിക്കുന്നത് പോലെ നമുക്ക് തോന്നും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ നമ്മൾ കടന്നു പോകുന്ന സാഹചര്യം അവിടെ ഇരിക്കുന്ന പ്രസംഗിക്കാൻ വന്ന ഗസ്റ്റ് പാസ്റ്റർക്ക് അറിയത്തില്ലായിരിക്കാം, അല്ലെങ്കിൽ സഭയിലെ ദൈവദാസന് അറിയത്തില്ലായിരിക്കാം. ചിലപ്പോൾ നമ്മൾ രാവിലെ സഭയിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിരിക്കും ആ പ്രശ്നത്തെ നമ്മൾ അഭിമുഖീകരിച്ചിട്ട് ഇറങ്ങുന്നത്. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല, സഭയിൽ അല്ലെങ്കിൽ നമ്മൾ വചനം കേൾക്കാനിരിക്കുമ്പോൾ, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഓപ്പൺ ആക്കുമ്പോൾ എവിടെയെങ്കിലും ദൈവം നമ്മളോട് പേഴ്സണലായി, നമ്മളോട് വളരെ കർക്കശമായി നമ്മളോട് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നത് പോലെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതാണ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്. അത് ദൈവത്തിൻ്റെ വചനമെല്ലാം അത് ദൈവശ്വാസീയമാണ്, ദൈവത്തിൻ്റെതാണ്. അപ്പോൾ നമ്മൾ ഈ വായിച്ച വേദഭാഗം, ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് യേശു തൻ്റെ ജനത്തിന് കൈമാറിയ അല്ലെങ്കിൽ തൻ്റെ ജനത്തിലേക്ക് കൊടുത്തതാണ് ഈ വാക്യങ്ങളെല്ലാം. അതിന് ഉദാഹരണമായി പറയാനുണ്ട്. അവൻ യേശു പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി ഇരുന്ന ശേഷം ശിഷ്യന്മാരുടെ അടുക്കൽ വന്നു. അവൻ തിരുവായി മൊഴിഞ്ഞ്, അതായത് എന്താ, യേശു തൻ്റെ സ്വന്തം നാവാൽ യേശു തിരുവായി മൊഴിഞ്ഞ്. അപ്പോൾ യേശു ആരാണ്? ദൈവത്തിൻ്റെ പുത്രൻ, അല്ലെങ്കിൽ വേഷത്തിൽ മനുഷ്യനായി ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി ലോകത്തിൽ അവതരിച്ച് പാപമൊഴികെ മറ്റെല്ലാത്തിലും നമ്മളോട് സമസ്വരൂപനായി നിന്ന ദൈവമായവൻ ആരാണ് പറയുകയാണ്? യേശു, അല്ലെങ്കിൽ അവൻ തിരുവായി മൊഴിഞ്ഞ് നമ്മളോട് പറഞ്ഞ വാക്യം എന്താണ്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും.
ഞാൻ ഇന്നെന്ന പോലെ ഓർക്കുന്നു, ആദിമ കാലങ്ങളിൽ ഞാൻ ഞങ്ങളുടെ അടുത്തൊരു ഒരു അപ്പച്ചനുണ്ട്. അദ്ദേഹം വിശ്വാസത്തിലിറങ്ങി ഏറ്റവും കൂടുതൽ തീഷ്ണതയോടുകൂടി വിശ്വാസത്തിലിറങ്ങിയ ഒരു അപ്പച്ചനാണ്. അദ്ദേഹത്തിൻ്റെ പ്രാരംഭകാലത്തിൽ അദ്ദേഹത്തെ എല്ലാ വീടുകളിലും കയറി സുവിശേഷം അറിയിക്കും. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള അവിശ്വാസികളായ ആളുകൾ പറയും, ഇവര് ഭക്ഷണമൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഈ വീട് തോറും കയറുന്നതാ, ഇവനൊന്നും വേറെ പണിയില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? അന്ന് ആ അപ്പച്ചൻ ഇട്ട വിത്തുകൾ, താൻ അത്രയും പേഴ്സിക്യൂഷൻസ് അല്ല അത്രയും പ്രശ്നങ്ങൾ കേട്ടിട്ടും കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്ത് അദ്ദേഹം ഇട്ട ആ വിത്തുകൾ ഇന്ന് ഞങ്ങളുടെ നാട്ടിൽ, ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, ഞങ്ങളുടെ നാട്ടിലെ ഒരു 70% പെന്തക്കോസുകൾ അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾ അല്ലെങ്കിൽ വിശ്വാസികളായവർ വന്നിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യനിട്ട വിത്തിൻ്റെ ഫലമാണ്. എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രതികൂലത്തിൽ കൂടി നമ്മളെ കടത്തിവിടുന്നത് നമ്മളെ ഇല്ലാതാക്കാൻ അല്ല. ഒന്നാമത്തെ കാര്യം, നമ്മളെ പ്രതികൂലത്തിൽ കൂടി കടന്നു പോകുന്നത് നമ്മളെ ഇല്ലാതാക്കാനല്ല. പ്രതികൂലത്തിൻ്റെ ഒരുവൻ നമ്മളെ കാത്തിരിപ്പുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. നമ്മുടെ ആശ്വാസപ്രദൻ ആരാണ്? ക്രിസ്തുവാണ് നമ്മുടെ ആശ്വാസപ്രദൻ. ഇന്ന് പകൽ ദുഃഖിച്ച് ഭാരപ്പെട്ട്, ഒരുപക്ഷെ ഇന്ന് ഭാരപ്പെട്ടായിരിക്കാം ഈ ലൈവിൽ കയറിയിരിക്കുന്നത്, ഒരുപക്ഷെ സങ്കടപ്പെട്ടായിരിക്കാം ഈ ലൈവിൽ കയറിയിരിക്കുന്നത്, ഒരുപക്ഷെ വേദനയുടെ ആ മുൾമുനയിൽ കൂടെ ആയിരിക്കാം ലൈവിൽ കയറിയിരിക്കുന്നത്. ഒരുപക്ഷെ ഈ 10 മണിയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാതെ, 9 മണിയാകുമ്പോൾ എന്ത് സംഭവിക്കുമെന്നറിയാതെ വേദനപ്പെട്ടാണ് ലൈവിൽ കയറിയിരിക്കുന്നതെങ്കിൽ ഒറ്റ വാക്കിൽ ഒരു ഉത്തരം ഞാൻ പറഞ്ഞു തരാം: ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വാസം ലഭിക്കും. ആമേൻ. അവർക്ക് ആശ്വാസം ലഭിക്കും. വളരെ 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 ഫൈനൈറ്റ് ആയിട്ട് സ്റ്റേറ്റ്മെന്റ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, ചിലപ്പോഴെങ്കിലും അവർക്ക് എന്തെങ്കിലുമൊക്കെ ആശ്വാസം. നോ, അങ്ങനെ ഒരു വാക്ക് എൻ്റെ യേശുവിനില്ല. ഉവ്വെങ്കിൽ ഉവ്വ്, ഇല്ല എങ്കിൽ ഇല്ല. നമ്മുടെയൊക്കെയാണ് വാക്കുകൾ. ഒന്നെങ്കിൽ ഉവ്വ് എങ്കിൽ ഉവ്വ്, ഇല്ല എങ്കിൽ ഇല്ലെന്ന് മാത്രമല്ല, ഈ ഉവ്വൻ്റെയും ഇല്ലേൻ്റെയും ഇടയ്ക്കൊരു വാക്കുകൂടെ നമ്മൾ എന്ത് ചെയ്യും? നടന്നേക്കാം. ചിലപ്പോൾ നടക്കും കേട്ടോ, കുഴപ്പമില്ല. തമ്പുരാൻ അങ്ങനെ ഒരു വാക്കില്ല. എടാ, നടക്കുമെങ്കിൽ എൻ്റെ അപ്പൻ നടക്കുമെന്ന് പറയും, അത് നടത്തുകയും ചെയ്യും. നടക്കത്തില്ലെന്നാ പുള്ളി പറയുന്നതെങ്കിൽ നടക്കത്തില്ല, അത് നടത്താനൊട്ട് അനുവദിക്കത്തുമില്ല. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ സന്തോഷത്തോടെ ഞാനൊരു കാര്യം പറയാ: ദുഃഖിച്ചിരിക്കുന്ന സഹോദര, ദുഃഖിച്ചിരിക്കുന്ന സഹോദരി, ദുഃഖിച്ചിരിക്കുന്ന മാതാവേ, ദുഃഖിച്ചിരിക്കുന്ന പിതാവേ, ദുഃഖിച്ചിരിക്കുന്ന പൈതലെ, നിങ്ങളോട് വ്യക്തമായി പ്രാരംഭത്തിൽ ഒരു ദൂത് പറഞ്ഞു തുടങ്ങാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. എന്താണ് ദുഃഖിക്കുന്നവന്റെ ഭാഗ്യം? അവൻ കാണാൻ പോകുന്ന ഒരു ആശ്വാസമുണ്ട്. ആ ആശ്വാസം നിലനിൽക്കുന്നതും ആർക്കും എടുത്തുകളയാൻ കഴിയാത്തതുമായ ഒരു ആശ്വാസമാണ് അവൻ കാണാൻ പോകുന്നത്. ആമേൻ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. നമ്മൾ നോക്കിക്കുക, നമ്മുടെ വേദനകളൊക്കെ നമ്മളൊരു മനുഷ്യനോടാണ് പറയുന്നതെങ്കിൽ, ഞാൻ ഇപ്പോൾ തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയാം, ഒരു മനുഷ്യനോടാണ് ഞാൻ പറയുന്നതെങ്കിൽ ഒരു പക്ഷേ അവൻ കേൾക്കാം. കുറച്ച് സമയം എന്ത് ചെയ്യും? അവൻ കേൾക്കും. നമ്മുടെയൊക്കെ നാട്ടുകാരോട് പറഞ്ഞാൽ ഇച്ചിരി നേരമൊക്കെ കേട്ടിരിക്കും. ഇച്ചിരി നേരം കേട്ട് കഴിഞ്ഞിട്ട് നമ്മൾ മാറിക്കഴിയുമ്പോൾ, ഇല്ലേ, നമ്മൾ അന്നേരമൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പായിരിക്കും. നമ്മുടെ ഫ്രണ്ട്ഷിപ്പൊക്കെ ഒന്ന് തെറ്റിക്കഴിയുമ്പോൾ നമ്മൾ ഇവരോട് പറഞ്ഞത് മുഴുവൻ എവിടെ എത്തും? ലോകത്തിൻ്റെ കയ്യിലേക്ക് എത്തും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇന്ന് പകൽ നമുക്ക് പറയാനുള്ളത് ലോകത്തിനോടല്ല. എനിക്ക് ലോകത്തോടൊന്നും പറയാനില്ല. കാരണം ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്: മേലാൽ മനുഷ്യന്റെ മുമ്പിൽ കരയരുത്. മനുഷ്യന്റെ മുമ്പിൽ കരഞ്ഞാൽ അവൻ നമ്മളെ കളിയാക്കും. ചിലപ്പോൾ നമ്മൾ കരയുമ്പോൾ അവൻ പറയൂ, എൻ്റെ പൊന്നു സഹോദര, എൻ്റെ പൊന്നു സഹോദരി, ഓ ശരിയാ, നിങ്ങളുടെ അവസ്ഥ ഞങ്ങൾക്ക്. നോ, ഒരു സർട്ടൻ പോയിന്റ് കഴിയുമ്പോൾ അവൻ നമ്മളെ തിരിഞ്ഞു നിൽക്കാൻ തുടങ്ങും. പക്ഷെ യേശു പറയുക, കുഞ്ഞെ, നീ എൻ്റെ മുമ്പിൽ കരഞ്ഞാൽ സർട്ടൻ പോയിന്റ് കഴിഞ്ഞാൽ ഞാൻ തിരിഞ്ഞു നിൽക്കുകയല്ല, നിന്നെ ചേർത്ത് നിർത്താനാണ് എനിക്കിഷ്ടം, നിന്നെ ചേർത്ത് ചാര നിർത്താനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറയുന്നു. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ നിങ്ങൾ നോക്കിക്കേ, ഈ സ്റ്റേറ്റ്മെന്റ് തന്നെ മാനുഷികമായി നോക്കിയാൽ മോശപ്പെട്ട സ്റ്റേറ്റ്മെന്റാ. നമ്മുടെ നാട്ടിൽ പറയും, ഈ സന്തോഷമുള്ളവരാണ് ഭാഗ്യം ചെയ്തവരെന്ന് നമ്മളെല്ലാം പറയാറില്ലേ. ഓ, അവൻ എന്നെ ഭാഗ്യം ചെയ്തവനാ, ഓ അവനെല്ലാം ഉണ്ട് അല്ലേ, നല്ല വീടുണ്ട്, നല്ല കാറുണ്ട്, നല്ല ബാങ്ക് ബാലൻസ് ഉണ്ട്, അവനെല്ലാം ഉണ്ട്, അവന് രോഗമില്ല, അവൻ പ്രശ്നങ്ങളൊന്നുമില്ല. കുഞ്ഞെ, വചനം നേരെ എതിര് പറയുക. എന്താ പറയുന്നത്? ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എൻ്റെ ചോദ്യം, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വചനം എടുത്ത് പഠിച്ചാൽ, സുവിശേഷ പുസ്തകം മുഴുവൻ എടുത്ത് പഠിച്ചു നോക്കിക്കേ, എവിടെയൊക്കെ ദുഃഖം വന്നിട്ടുണ്ടോ, എവിടെയൊക്കെ പ്രതികൂലം വന്നിട്ടുണ്ടോ, അവിടെ എല്ലാം ആര് വെളിപ്പെട്ടിട്ടുണ്ട്? യേശു വെളിപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത്തെ ഉത്തരം,
കാനാവിലെ കല്യാണത്തിൽ വീഞ്ഞു തീർന്നുപോയി. ദുഃഖത്തിന്റെ ഒന്നാമത്തെ ഭാഗം. അവിടെ ആരുണ്ടായിരുന്നു? യേശു ഉണ്ടായിരുന്നു. നോക്കിക്കേ, മകൻ മരിച്ചു കിടക്കുന്നു, അമ്മ ശവമഞ്ചവുമായി വരുന്നു. ദുഃഖത്തിന്റെ അവസരം, ദുഃഖം തളം കെട്ടിക്കിടക്കുന്ന സ്ഥലം. പക്ഷെ അവിടെ ആര് വന്നു? യേശു വന്നു. നോക്കിക്കേ, ആ മകൾ മരിച്ചു കിടക്കുന്നു, അതും ദുഃഖത്തിന്റെ അവസരമാ. അവിടെയും ആര് വന്നു? യേശു വന്നു. അതിന്റെ അർത്ഥം എന്നാ? ദുഃഖത്തിന്റെ അവസ്ഥ വരുമ്പോൾ ഓർത്തോണം കുഞ്ഞെ, നിന്റെ ചാരത്താരുണ്ട്? യേശു ഉണ്ട്. ഞാൻ വ്യക്തമായി ഒരു പ്രാവശ്യം കൂടെ അടിവരയിട്ട് പറയാം. ദുഃഖമുണ്ടോ? അവിടെ യേശു ഉണ്ട്. നിന്നെ ദുഃഖത്തിന്റെ അകത്ത് മാറ്റി നിർത്തിയിട്ട് യേശു ഒതുങ്ങിപ്പോകുന്നവനല്ല. നിന്റെ ദുഃഖത്തിന്റെ കൂടെ അവനുണ്ട്. ഈ ദുഃഖത്തിന്റെ അവസാനം നീ യേശുവിനോട് കൂടെ വീണ്ടും അടുത്തു വരികയാണ്. സ്തോത്രം, സ്തോത്രം. ആത്മീക ജീവിതത്തിൽ ഞാൻ വീണ്ടും പറയുന്നു, ദുഃഖം ബൈബിൾ അനുസരിച്ച് ക്രിസ്തുവിനോട് അടുപ്പിക്കുന്ന ഒരു വലിയ ബന്ധമാണ് ഈ ദുഃഖം എന്ന് പറയുന്നത്. ആമേൻ, ആമേൻ. ഇന്ന് പകൽ ശക്തമായി ഞാൻ പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. അടുത്തത്, നമ്മൾ ഈ ഭാഗം വായിച്ചു തുടങ്ങുമ്പോൾ തന്നെ ഒരു ഭാഗമുണ്ട്. അവൻ പുരുഷാരത്തെ കണ്ടാറെ. വാക്യം എങ്ങനെ എഴുതിയിരിക്കുന്നത്? അവൻ പുരുഷാരത്തെ കണ്ടാറെ. നോക്കിക്കേ, വചനം പറയുന്നതും വേദപണ്ഡിതാക്കൾ പറയുന്നതും ലോകത്തിൽ ഇത്രയധികം ക്രൗഡ് പുള്ളർ, അല്ലെങ്കിൽ ഇത്രയധികം ജനത്തെ കൊണ്ടു നടക്കാൻ, അല്ലെങ്കിൽ ജനം ഇത്രയധികം ഫോളോ ചെയ്ത ഒരു മനുഷ്യനില്ല. എൻ്റെ യേശു നടന്നു പോയിടത്തെങ്ങും വിളിച്ചു വെച്ചില്ല. എൻ്റെ യേശു നടന്നു പോയിടത്തെങ്ങും ഒരു ലീഫ്ലെറ്റ് പോലും കൊടുത്തില്ല. യേശു വേണ്ട കാനാവിൽ വന്നിട്ടുണ്ട്, യേശു നോ. എൻ്റെ യേശുവിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം താൻ നടക്കുന്നിടത്തൊക്കെയും ആളുകൾ തന്നെ തേടിയെത്താൻ തുടങ്ങി. സ്തോത്രം. നോക്കിക്കേ, വാക്യം ഇങ്ങനെയാണ്, അവൻ പുരുഷാരത്തെ കണ്ടാറ്. എൻ്റെ ചോദ്യം, ഇവിടെ എന്തുകൊണ്ടാണ് മത്തായി എഴുതിയപ്പോൾ അവനെന്ന് പറഞ്ഞ് ഏകവചനത്തിൽ എഴുതിയത്? അക്ഷരാർത്ഥത്തിൽ ഏകവചനത്തിലാണോ എഴുതേണ്ടത്? അല്ല, ബഹുവചനത്തിൽ എഴുതണം. കാരണം യേശു മാത്രമല്ല, യേശുവിൻ്റെ കൂടെ ശിഷ്യന്മാരും ഉണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ അവനെന്ന് എഴുതിയത്? പ്രിയ ദൈവപൈതലേ, ശിഷ്യന്മാർ കാണാത്തതിനെ കാണുന്നവന്റെ പേരാണ് യേശു. ഒരു പടിയുടെ കയറി പറഞ്ഞാൽ, യേശുവിൻ്റെ കൂടെ നടക്കുന്നവരെല്ലാം ജനത്തെ മാത്രം കണ്ടപ്പോൾ യേശു കണ്ടത് ജനത്തിന്റെ ഹൃദയത്തെയാണ്. അതുകൊണ്ടാണ് എഴുതിയത് അവൻ പുരുഷാരത്തെ കണ്ടാറ്. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം, അവൻ നിന്നെ കണ്ടാറ്. അവൻ നിന്നെ കണ്ടാറ്. അതിന്റെ അർത്ഥം എന്നാ? നിന്റെ ഹൃദയവും നിന്റെ ഹൃദയത്തിന്റെ മിടിപ്പും നിന്റെ ആവശ്യങ്ങളും ആവശ്യകതകളും നിന്റെ കൂടെ നിൽക്കുന്നവരാരും കണ്ടില്ലെങ്കിലും എൻ്റെ യേശു കണ്ടിട്ടുണ്ട്. അവൻ കണ്ട മാത്രയിൽ അതിന് ഉദാഹരണവും അതിനുള്ള മരുന്നുമായി, അതിനുള്ള റെമഡിയുമായി, അതിനുള്ള ഉത്തരവുമായി യേശു നിന്റെ അടുക്കിലേക്ക് വരിക. അതുകൊണ്ടാണ് ഏകവചനത്തിൽ എഴുതിയത് അവൻ പുരുഷാരത്തെ കണ്ടാറേ. അവൻ പുരുഷാരത്തെ കണ്ടാറ്. ഞാൻ ആ വാക്യം പല ആവർത്തി വായിച്ചിട്ട് എന്നെ ഒത്തിരി ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. വാക്യം ഇങ്ങനെ, അവൻ പുരുഷാരത്തെ കണ്ടാറേ, മലമേൽ കയറി. അടുത്തത്, അവൻ ഇരുന്ന ശേഷം ശിഷ്യന്മാർ എന്ത് ചെയ്തു? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ശിഷ്യന്മാർ ഒരുപക്ഷെ കണ്ടത് ഒരു നോർമൽ ജനത്തെ കാണുമ്പോൾ ഹൃദയത്തെ അറിയുന്ന ഒരു യേശുവുണ്ട്. ആമേൻ. ഹൃദയത്തെ അറിയുന്ന ഒരു യേശുവുണ്ട്. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു കാര്യം പറയാം, യേശു നമ്മുടെ കൂടെയുണ്ട്. അവൻ നമ്മുടെ ഹൃദയത്തെ അറിയുന്നവനാണ്. നമ്മുടെ എല്ലാം പ്രശ്നം പറയാം, നമ്മളെല്ലാം ബഹുഭൂരിപക്ഷം പ്രാർത്ഥന വിഷയങ്ങളും എഴുതി കൊടുക്കുകയും പ്രാർത്ഥിക്കാൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് ജനത്തിനറിയാം എന്നുള്ള, അല്ലെങ്കിൽ ഇന്ന ആൾ അറിഞ്ഞാലും കുഴപ്പമില്ല എന്നുള്ള ഒരു നോർമൽ പ്രാർത്ഥനകളാണ്. എന്നാൽ നമ്മളിൽ പലരുടെയും ഹൃദയത്തിൻ്റെ അകത്ത് ഇന്നും വേദനയോടെ ഇരിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങളുണ്ട്. ഒരു മനുഷ്യനോട് ഷെയർ ചെയ്യാതെ നിങ്ങൾ മാത്രമായി നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പലകയ്ക്കകത്ത് മാത്രം കോറിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട്. ഇന്ന് പകൽ അങ്ങനെ പ്രാർത്ഥിക്കുന്നവരോടൊരു ദൂതി ഞാൻ പറയാം, അവൻ പുരുഷാരത്തെ കണ്ടാറേ. യേശു കണ്ടത് യേശുവിനറിയാം എങ്ങനെയാണ് അതിന് പരിഹാരം തരേണ്ടതെന്ന്. ആമേൻ.
അപ്പൊ അതിനർത്ഥം എന്താ? യേശു കണ്ടവരുടെ കൂട്ടത്തിൽ ആരുണ്ടായിരുന്നു? ദുഃഖിക്കുന്നവരുണ്ടായിരുന്നു. ആമേൻ. ശിഷ്യന്മാർ കണ്ടോ? ഇല്ല. യേശുവിന്റെ കൂടെ നടന്ന യോഹന്നാൻ കണ്ടോ? ഇല്ല. യേശുവിന്റെ കൂടെ നടന്ന പത്രോസ് കണ്ടോ? ഇല്ല. എന്നാൽ യേശു മത്തായി എഴുതിയിരിക്കുക, അവൻ പുരുഷാരത്തെ കണ്ടാറേ. അപ്പൊ അവൻ കണ്ടത് ആരെ കണ്ടിട്ടുണ്ട്? ദുഃഖമുള്ളവനെ കണ്ടിട്ടുണ്ട്. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന കർത്താവിന്റെ ദാസനെ, കർത്താവിന്റെ ദാസിയെ, സഹോദരനെ, സഹോദരിയെ, നിന്റെ ഹൃദയത്തിന്റെ അകത്തെ ആ ദുഃഖത്തെ ആര് കണ്ടിട്ടുണ്ട്? യേശു കണ്ടിട്ടുണ്ട്. ആ ദുഃഖം യേശു കണ്ടതുകൊണ്ടാണ് ഇന്ന് പകൽ ഈ ലൈവിന്റെ അകത്ത് നിന്നെ നിർത്തിയിരിക്കുന്നത്. ഈ ലൈവിന്റെ അകത്ത് നിന്നെ നിർത്തിയിരിക്കുന്നത് നിനക്കൊരു കൺഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ്. കുഞ്ഞെ, നീ അറിയുന്ന, നീ കടന്നു പോകുന്ന ദുഃഖം ഞാൻ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഇനി അതിന്റെ അവസാനം ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞല്ലോ, നീ ഭാഗ്യവാനാണ്. കാരണം എന്താ? കാണേണ്ട ദുഃഖത്തെ കാണേണ്ടതുപോലെ കണ്ടിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം. ശ്രദ്ധിച്ചു നോക്കിക്കേ, നിന്റെ ദുഃഖം യേശു കണ്ടു. വചനം പറയുന്നു, ദുഃഖിക്കുന്നവൻ ഭാഗ്യവാൻ, അവൻ എന്ത് കാണും? ആശ്വാസം. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ വചനം എടുത്തു പഠിച്ചാൽ എവിടെയൊക്കെ ദുഃഖം വന്നിട്ടുണ്ടോ, എവിടെയെല്ലാം പ്രതികൂലം വന്നിട്ടുണ്ടോ, അവിടെയെല്ലാം ആരിറങ്ങിയിട്ടുണ്ട്? ദൈവം ഇറങ്ങിയിട്ടുണ്ട്. അവിടെ എല്ലാം ദൈവം ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പകൽ നിങ്ങളോട് പിന്നെയും പേഴ്സണലി ഞാൻ പറയുന്നു, ദുഃഖിക്കുന്ന നീ ഭാഗ്യവാനാണ്. നിന്നെ ദൈവം കണ്ടു കഴിഞ്ഞിരിക്കുന്നു. നിന്നെ മാത്രമല്ല, നിന്നെ ഇന്നലെ വരെ ദുഃഖിപ്പിച്ചത്, ഈ നിമിഷം വരെ ദുഃഖിപ്പിച്ച ആ വിഷയത്തെയും എൻ്റെ യേശു കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ആമേൻ, ആമേൻ. നോക്കിക്കേ, ഞാനൊരു ഉദാഹരണം കൂടെ പറയാം. വചനത്തിൽ നിന്ന് ഒരു ഉദാഹരണം കൂടെ പറയാം. യേശുവിൻ്റെ അടുത്തേക്ക് ഓടി വരികയാ അമ്മ മറിയ വന്നിട്ട് പറയുക, മോനെ, ഇവിടെ അവർക്ക് കുടിപ്പാനുള്ള വീഞ്ഞ് തീർന്നു പോയി. ആമേൻ. കുടിപ്പാനുള്ള വീഞ്ഞ് തീർന്നു പോയി. യേശു പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്ക് തമ്മിൽ എന്താ? ഞാൻ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തോളാം എന്ന് പറഞ്ഞ് യേശു അതിനെ ആ രീതിക്ക് വിട്ടു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചോ, യേശു എന്നിട്ടും ആ ഭവനത്തിൻ്റെ അകത്തുണ്ടായിരുന്നു. ആമേൻ. യേശു ദുഃഖമുണ്ടാകുന്നത്, എനിക്കറിയത്തില്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെ എന്നോട് ദൈവത്തിന്റെ ആത്മാ പറയാൻ പറയുന്നു. ദുഃഖിക്കുന്ന നിന്റെ വിഷയത്തെ യേശു കണ്ടു കഴിഞ്ഞിരിക്കുന്നു. യേശു അതിനുള്ള റെമഡിയുമായി നിന്റെ അടുത്തെത്തിയിരിക്കുന്നു. നിന്നെ ദുഃഖിപ്പിച്ച് നിന്നെ ഇല്ലാതാക്കാമെന്ന് പിശാച് ചിന്തിക്കുമ്പോൾ യേശു പറയുക, പിശാച്, നിനക്ക് തെറ്റി. എൻ്റെ കുഞ്ഞിൻ്റെ ദുഃഖം ഞാൻ അഡ്രസ്സ് ചെയ്തിരിക്കുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് പകൽ നമുക്കൊരാവശ്യമുണ്ട്, നമുക്കൊരു പ്രശ്നമുണ്ട്, ഒരാവശ്യമുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവം പറയുക, ഞാൻ നിനക്ക് വേണ്ടി ഇറങ്ങുമെന്ന് വ്യക്തിപരമായി എൻ്റെ ദൈവം നിന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ ഈ ദൈവജനത്തോട് ഞാൻ പറയട്ടെ, നിന്നെ തകർത്ത് കളയാൻ ദൈവം ഇനി മേലാൽ അനുവദിക്കത്തില്ല. ആമേൻ. എൻ്റെ ഒരു സാക്ഷ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. സന്നിധിയിൽ ദൈവസന്നിധിയിൽ വീണ്ടും നിങ്ങളോട് സംസാരിക്കുവാൻ അനുവാദം ലഭിച്ചതിനോട് നന്ദി പറയുന്നു. ചെറിയ നെറ്റ്വർക്ക് പ്രോബ്ലം വന്നു, അതുകൊണ്ടാണ്. എവിടെ വെച്ചാൽ നാം വന്ന് നിർത്തിയ ഭാഗത്ത് നമുക്ക് വീണ്ടും ആരംഭിക്കാം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഈ സ്റ്റേറ്റ്മെന്റ് വചനമനുസരിച്ച് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മാനുഷിക ബുദ്ധിയിൽ നോക്കിയാൽ ഇതൊരിക്കലും പ്രായോഗികമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല, പ്രായോഗിക സ്റ്റേറ്റ്മെൻറ്റേ അല്ല. കാരണം നമ്മുടെ എല്ലാവരുടെയും, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഓർക്കുന്നുണ്ട്, നല്ല ഉടുപ്പിട്ടുകൊണ്ട് വരുന്ന കുട്ടികൾ, അവരെ കാണുമ്പോൾ പറയും, എന്തൊരു ഭാഗ്യം ചെയ്ത കുട്ടിയാ, അവന് നല്ല ഉടുപ്പ് ഉണ്ടല്ലോ. അല്ലെങ്കിൽ നല്ല എപ്പോഴും ബുക്കൊക്കെ, നല്ല നല്ല ബുക്കുകളൊക്കെ കൊണ്ടുവരുമ്പോൾ പറയൂ, അവന് നല്ല ബുക്കുണ്ട്, അവനെന്ത് ഭാഗ്യം ചെയ്ത. നോക്കിക്കേ, ലോകത്തിൻ്റെ കണ്ണിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്നവരെയാണ് എന്ത് ചെയ്തത്? ഭാഗ്യവാന്മാരെന്ന് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാം പെർഫെക്റ്റ് ആയിരിക്കുന്നവരെ അല്ല ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കണ്ണിൽ എല്ലാം നെഗറ്റീവായിരിക്കുന്നവരാണ് ഭാഗ്യവാന്മാർ. നോക്കിക്കേ, ദുഃഖിക്കുന്നവരെന്ത് ചെയ്യുന്നു? ഭാഗ്യവാന്മാർ.
കഷ്ടതയിൽ കൂടെ നടക്കുന്നവരാരാണ്? ഭാഗ്യവാന്മാർ. പ്രതികൂലത്തിൽ കൂടെ പോകുന്നവരാരാണ്? ഭാഗ്യവാന്മാർ. എൻ്റെ ചോദ്യം, എന്താ ഇങ്ങനെ ഒരു ഭാഗ്യവാൻ എന്ന് പറയുന്നത്? ഒറ്റ ഉത്തരം, നീ ഏത് സാഹചര്യത്തിലൂടെയാണോ കടന്നു പോകുന്നത് അവിടെ വെളിപ്പെടാനുള്ള ഒരു ദൈവമുണ്ട്. അതുകൊണ്ടാണ് നിന്നെ ദുഃഖിക്കുന്നവനാണെങ്കിൽ നീ ഭാഗ്യവാനാണ്. കാരണം നിന്റെ ദൈവം അവിടെ വെളിപ്പെടുന്നുണ്ട്. ഉദാഹരണം, ശിഷ്യന്മാർ എന്ത് ചെയ്യുന്നു? ശിഷ്യന്മാരും യേശുവിനെ അക്കരയാക്കി ശിഷ്യന്മാർ പടകിലേറി തിരിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് യേശുവിനെ അങ്ങ് വെച്ച് കാണുന്നു. ഉടനെ പത്രോസ് പറയുന്നു, എനിക്ക് യേശുവിന്റെ അടുക്കലേക്ക് പോകണം, ഞാൻ വെള്ളത്തിൽ കൂടെ നടന്നു വരട്ടെ. യേശു പറഞ്ഞു വന്നു. അപ്പൊ നോക്കിക്കേ, യേശുവിന്റെ അടുക്കലേക്ക് പോകാൻ ആര് ഇറങ്ങി തിരിച്ചു? പത്രോസ് ഇറങ്ങി തിരിച്ചു. പത്രോസ് ഇറങ്ങി തിരിച്ചപ്പോൾ, എൻ്റെ ഭാഷ ആ വചനത്തിലില്ല, ഞാൻ ഒരു വാക്ക് പറയാം. പത്രോസ് ഇറങ്ങി തിരിച്ചപ്പോൾ കൂട്ടത്തിൽ പടകിലിരുന്ന മറ്റ് ശിഷ്യന്മാരൊക്കെ പറഞ്ഞാണ്, ശരിയാ പത്രോസ്, നീ അങ്ങോട്ട് ചെല്ല, യേശുവിനെ ഒന്ന് കാണ്. പക്ഷെ എൻ്റെ ചോദ്യം, യേശുവിന്റെ അടുക്കലേക്ക് എത്തിയപ്പോൾ പത്രോസ് എന്ത് ചെയ്തു? വെള്ളത്തിലേക്ക് മുങ്ങിയപ്പോൾ എൻ്റെ ഭാഷ ആ വചനത്തിലില്ല. ആ വള്ളത്തിലിരിക്കുന്നവർക്കെല്ലാം ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും നീന്താൻ അറിയാം. പക്ഷെ വെള്ളത്തിൽ മുങ്ങിയ പത്രോസിനെ രക്ഷിക്കാൻ ആരും വള്ളത്തിൽ നിന്ന് വെള്ളത്തിലോട്ട് എടുത്ത് ചാടിയില്ല. എൻ്റെ ചോദ്യം, എന്തേ ചാടാഞ്ഞത്? ഒറ്റ ഉത്തരം, ലോക മനുഷ്യൻ നിന്റെ പ്രതികൂലത്തിൽ ഇടപെടത്തില്ല. ഇടപെടുന്ന ഒരുവനേയുള്ളൂ. അവന്റെ പേരാണ് നസ്രായനായ യേശു. അവന്റെ കയ്യിലാണ് നിന്റെ പ്രശ്നത്തിന്റെ ഉത്തരമിരിക്കുന്നത്. ആമേൻ. അവന്റെ കയ്യിലാണ് നിന്റെ പ്രശ്നത്തിന്റെ ഉത്തരം ഇരിക്കുന്നത്. ഇന്നു പകൽ നീ കടന്നു പോകുന്ന സാഹചര്യത്തിന്റെ അതിന്റെ അകത്ത് തന്നെ ഒരു ഉത്തരമുണ്ട്. ആ ഉത്തരത്തിന്റെ പേരാണ് യഹോവ ഇരേ. അവൻ കരുതിക്കൊള്ളും. ഇന്നു പകൽ ഇതിനപ്പുറം ഒരു സ്റ്റേറ്റ്മെന്റ് വേണ്ട. ഒരു ഉദാഹരണം പറയാ. ഇന്ത്യൻ പ്രധാനമന്ത്രിയാണല്ലോ ബഹുമാനപ്പെട്ട ശ്രീ നരേന്ദ്രമോദി അവർകൾ. നമ്മൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞു, അദ്ദേഹവുമായിട്ട് നല്ല ഒരു ബന്ധമുണ്ടെന്നിരിക്കട്ടെ. അപ്പൊ പറയുക, ബിനിൽ അല്ലെങ്കിൽ എൻ്റെ വേറൊരാളുടെ പേര് പറഞ്ഞിട്ട് പറയുക, നിങ്ങളുടെ കാര്യം ഞാൻ ഇനി നോക്കിക്കോളാം എന്ന് അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു രാജ്യം ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതുപോലെയാണ്. അങ്ങനെയെങ്കിൽ ദൈവം പറയുകയാണ്, അവൻ ഒരു വാക്ക് എഴുതിയിരിക്കുകയാണ്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വാസം കാണുമെന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ ആ സ്റ്റേറ്റ്മെന്റ് യേശു, അത് ദൈവമായവന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. അതുകൊണ്ട് ആ വാക്യം തുടങ്ങിയപ്പോൾ ഇങ്ങനെ എഴുതിയത്, അവൻ തിരുവായി മൊഴിഞ്ഞത്. ആമേൻ, ആമേൻ. അവൻ തിരുവായി മൊഴിഞ്ഞു പറഞ്ഞത്. അതിന്റെ അർത്ഥം എന്താ? യേശുവിൻ്റെ വായി പറയാൻ നോക്കി നിൽക്കുകയാ. ഇന്ന് പകൽ അവൻ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളും ഓരോ വാക്കുകളും അത് ദൈവത്തിന്റെ വാക്കുകളാണ്. ഇന്ന് പകൽ ആ വാക്കുകൾക്കകത്ത് വലിയ ദൈവശക്തി വെളിപ്പെടും, വലിയ ദൈവശക്തി വെളിപ്പെടും, വലിയ ദൈവശക്തി വെളിപ്പെടും. ഇന്ന് പകൽ ആരോടോ ദൈവാത്മാവ് ഇങ്ങനെ എന്നോട് പറയാൻ പറയുന്നു, ഇന്ന് പകൽ നിന്റെ കടന്നു പോകുന്ന സാഹചര്യം എത്ര പ്രതിസന്ധി ഉള്ളതാണെങ്കിലും, എത്ര പ്രശ്നമുള്ളതാണെങ്കിലും, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവ് ഒറ്റ പറഞ്ഞു നിർത്തുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ആശ്വാസം? സകലത്തെയും സൃഷ്ടിച്ച് എന്നെയും നിന്നെയും സൃഷ്ടിച്ച് ഒറ്റ വാക്കുകൊണ്ട് സകലവും ഉളവാക്കിയവൻ വിളിച്ചു പറയുന്നു, നീ ഇനി മേലാൽ ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഐ ആം റൈറ്റ് നെക്സ്റ്റ് ടു യു. ഞാൻ നിന്റെ തൊട്ടരികത്തുണ്ട്. നീ ഒറ്റയ്ക്കല്ല ഈ പ്രതിസന്ധിയിൽ കൂടി കടന്നു പോകുന്നത്, ഒറ്റയ്ക്കല്ല ഈ പ്രശ്നത്തിൽ കൂടെ കടന്നു പോകുന്നത്. ഇന്ന് പകൽ നോക്കിക്കേ, ശിഷ്യന്മാർ ഒറ്റ വാക്കോടെ പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. ശിഷ്യന്മാരും യേശുവും ചേർന്ന് കപ്പലിൽ യാത്ര ചെയ്യുന്നു, പടകിൽ യാത്ര ചെയ്യുന്നു. പടക് ആടിയുലയത്തക്കവണ്ണം, തകർന്നു പോകത്തക്കവണ്ണം കടൽ പ്രക്ഷുബ്ധമാകുമ്പോഴും ശിഷ്യന്മാർക്കറിയാത്തൊരു സംഭവം അവിടെയുണ്ട്. ആ ദുഃഖത്തിൻ്റെ അകത്തും അവരെ രക്ഷിക്കുന്ന ഒരുത്തൻ അമരത്ത് തലവെച്ച് കിടപ്പുണ്ട്. ഇന്ന് പകൽ നിന്റെ പ്രശ്നത്തിൻ്റെ അകത്ത് നീ തകർന്നു പോകുമെന്ന് പറഞ്ഞെടുത്ത് അവൻ അമരത്ത് തലവെച്ച് കിടപ്പുണ്ട്. അവൻ ഇന്ന് പകൽ നിന്നോട് സംസാരിക്കും. അവൻ ഇന്ന് പകൽ നിങ്ങളുടെ പ്രശ്നത്തിനോട് ഇടപെടും. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ രാവിലെ സമയത്ത് ഒറ്റ വാക്കിൽ ഉത്തരം പറഞ്ഞ് ഞാൻ നിർത്താം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വാസം കണ്ടെത്തിയിരിക്കുന്നു. നിന്റെ ദുഃഖം തീർന്നിരിക്കുന്നു. ഇന്ന് പകൽ ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ എംഫസൈസ് ചെയ്ത് പറയട്ടെ. നിങ്ങളുടെ ദുഃഖം തീർന്നിരിക്കുന്നു. അവൻ നിങ്ങളുടെ ദുഃഖത്തിന് പരിസമാപ്തി വരുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ കണ്ണുകൾ അടച്ചാട്ടെ. ഒരു നിമിഷം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് അടുത്തു വരികയാണ്. പിതാവേ, നീ ഞങ്ങളോട് ഹൃദയമായി സംസാരിക്കുന്നതിനായി നന്ദി പറയുന്നു. അങ്ങ് ഞങ്ങളോട്
ഇടപെടുന്നതിനായി നന്ദി പറയുന്നു. പരിശുദ്ധാത്മാവേ, ഞങ്ങളോട് അങ്ങ് സംസാരിക്കുന്നതിനായി നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദുഃഖകാലം അങ്ങ് തീർത്തുന്നതിനായി സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മളെല്ലാവരെയും ശക്തമായി ഈ ദിവസങ്ങളിൽ നമ്മുടെ വിഷയത്തിന് വേണ്ടി അവൻ ഇടപെടും. ഞാനത് ഉറച്ചു വിശ്വസിക്കുന്നു. എന്നെ ഇത്രയും നേരം ശ്രവിച്ച ദൈവജനത്തിനോട് നന്ദി പറയുന്നു. വിശേഷാൽ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ അടിയനെയും നിർത്തുവാൻ ക്ഷണിക്കുവാൻ അല്ലെങ്കിൽ ഒരവസരം നൽകിയ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി പറയുന്നു. സജി ബ്രദറിനോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലസ് യു.